ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ശ്രുതിമോള് ഫോണൊക്കെ വിളിച്ച് ഹാപ്പി ഗേളായിട്ട് അടുക്കളയിൽ പോയി നിന്ന് പാചകമാണ്. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു, ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അതാ വരുന്നേന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഓഫ് ചെയ്തൊക്കെ വെച്ച് മൂടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ആഹാ, ഇതാരാ ഇത്? പെട്ടെന്ന് വന്നല്ലോ. അല്ല, എന്തിനാ നീ വരാൻ പറഞ്ഞത്? ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ദേ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം, ആണോ? അല്ല, ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അല്ല, ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പം ഇത്രയും സന്തോഷം നിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി, നിനക്കെന്തോ പേടിയുള്ളതുപോലെയാ നിന്റെ മുഖം കണ്ടപ്പോൾ അന്നേരം എനിക്ക് തോന്നിയത്. ഇപ്പം പേടിയോ? ആർക്ക്? എനിക്കോ? തോന്നിയതായിരിക്കും. ഓ, പിന്നെ എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണെന്നും അത് ചെറുതായി ഒന്ന് ആഘോഷിക്കണം നമുക്ക്. ഞാൻ പായസം എടുക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രുതി പായസം എടുക്കാൻ പോകുമ്പോൾ, അല്ല നേരത്തെ പായസം കുടിച്ചല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ശ്രുതി. അത് അവരുടെ ഭാഗ്യമല്ലേ, ഇത് എൻ്റെ ഭാഗ്യാന്നേ. അല്ല, എന്താ ഇത്ര സന്തോഷം? കാര്യം പറയാൻ പറഞ്ഞപ്പം അതൊക്കെ ഉണ്ടെന്നേ. എനിക്ക് മനസ്സിലായി എന്ന് ശ്രുതി. എന്ത് മനസ്സിലായെന്ന്? അച്ഛമ്മയുടെ സ്വത്തുവകകൾ മുഴുവൻ നമുക്ക് കിട്ടാൻ പോവുകയാണല്ലേ. എന്ത് കൺഗ്രാജുലേഷൻസ് ശ്രുതി, കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയെ എടുത്ത് പൊക്കി കറക്കിയൊക്കെ ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കാം. ഇതെന്നാ ശ്രുതി കാണിക്കണേന്ന് ചോദിച്ചു. ശ്രുതി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇത് വേറെയാണെന്ന് ശ്രുതി പറയുമ്പോൾ, വേറെയോ? അതെന്നതാ? അതെ, ദൈവം എൻ്റെ കൂടെ നിന്നതിലുള്ളൊരു സന്തോഷമാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, അപ്പോഴത്തേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടു. വേറെ ആരുമല്ല, നമ്മുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവർ കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുക. നീ എന്താടാ ഷോറൂമിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പോയിരുന്ന വെച്ചാൽ ശ്രുതി വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അവരൊക്കെ വന്ന ഉടനെ ഞങ്ങൾ അശോകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങളെ നേരത്തെ വന്നത് നന്നായി, പായസം ചൂടോട് കുടിക്കാവല്ലോ എന്ന് ശ്രുതി പറയുമ്പം, എന്തിനാ ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയതെന്ന് ചന്ദ്ര ചോദിച്ചു. അതിൻ്റെ കാരണം രഹസ്യമാണമ്മയെന്ന് ശ്രുതി പറയൂ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഞാനേ പായസം എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ് ശ്രുതി പായസം എടുക്കാൻ പോകുമ്പം, അല്ല പായസം നമ്മളിപ്പോൾ കുടിച്ചു വന്നല്ലേ ഉള്ളൂ എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛാ, ശ്രുതി ഉണ്ടാക്കിയതല്ല അച്ഛൻ, നമുക്ക് കുടിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്തതേ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയ നമ്മുടെ അമ്മാവൻ്റെ കാര്യം ഇവർ പറയാം. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പം, ചെറുക്കൻ്റെ വീട്ടുകാരത്ര കാശുകാരൊന്നും അല്ല, കല്യാണം കഴിക്കുവാണെങ്കിൽ കാശുള്ള വീട്ടിൽ നിന്ന് തന്നെ കെട്ടണമെന്ന് ഞാൻ കണ്ടെത്തി 2 മരുമക്കളും കാശുള്ള വീട്ടിൽ നിന്നാണെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ഇതേ ചന്ദ്രവില കാശിൽ കാര്യമുണ്ടെന്ന് നീ പറയരുത്, ഇതൊക്കെ വരും പോകും. പിന്നെ ഈ മരുമക്കൾക്ക് നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി, അതാണ് പ്രധാനം. അതെൻ്റെ രേവതി മോൾക്ക് എന്തായാലും ഉണ്ട് എന്ന് ഇങ്ങനെ രവിയേട്ടൻ പറയുമ്പോൾ, എത്ര പറഞ്ഞാലും കുരുവി പരുന്താവത്തില്ലല്ലോ, ആവോ? ഞാൻ കൂട്ടിയിട്ട് വന്ന ശ്രുതിയുടെ മുന്നിൽ രേവതിക്ക് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് ചന്ദ്രമതിയുടെ വർത്തമാനം. കേസൊന്ന് കഴിഞ്ഞോട്ടെ, മരിച്ചു പോയ അവരുടെ അച്ഛൻ്റെ കോടികളുടെ സ്വത്ത് എൻ്റെ ശ്രുതിയുടെ കൈകളിൽ വന്ന് ചേരുമെന്ന് പറയുമ്പോൾ, കുറേ നാളായി ഇത് കേൾക്കണമെന്നില്ല, ഞാൻ പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് വരുന്നു. സച്ചിയും രേവതിയും കയറി വന്നപ്പോൾ പായസമൊക്കെ കൊണ്ടുവച്ച് നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് സച്ചി അച്ഛാന്ന് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് പോന്നോ? അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയില്ലേ? അപ്പോൾ ഇല്ല. എടാ, അവിടെ ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞു, അതിനാ നേരെ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടത്താനാടാ? അപ്പോൾ അതൊക്കെ ഉണ്ടച്ചാന്ന് സച്ചി. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കട്ടെ ചന്ദ്രയൊക്കെ. അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്താ എന്ന് പറഞ്ഞിരിക്കാം. ശ്രീകാന്ത് വർഷം ഇവിടെ ഇല്ലാണ്ടായിപ്പോയി, അവർക്ക് നല്ലൊരു സീൻ മിസ്സായിപ്പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം സച്ചി. ചടങ്ങിൽ പങ്കെടുക്കാനേ അവർക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഒന്നും അല്ലാത്തവരെ ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്തൊക്കെ ഇവനീ പറയണേന്ന് ചന്ദ്ര. അച്ഛനെ, ഈ പുലിജന്മം കഥ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യൻ പുലിയായി മാറുന്ന കഥ. ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്ന്. എന്നാ പറ്റുവച്ചാ 100% പറ്റും. ചില മനുഷ്യർക്കേ അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് രൂപത്തിലേക്കും അവർ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി, നിന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയത്? ആള് നോർമൽ അല്ലെന്ന് തോന്നുന്നല്ലോ, വല്ല ഹോസ്പിറ്റലിലും കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്ന് ശ്രുതി പറഞ്ഞപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, സച്ചേട്ടൻ നോർമൽ തന്നെയാണ് ശ്രുതി എന്ന് രേവതി പറഞ്ഞു. അപ്പോൾ പാർലറെടുത്തിട്ട് അച്ഛൻ്റെ സ്വത്തുവകകൾ കേസിൽപ്പെട്ട് കിടക്കുകയാണെന്നല്ലേ പറഞ്ഞേ, ആ കേസ് പെട്ടെന്നങ്ങനെ തീരുമോ എന്ന് സച്ചി ചോദിക്കുമ്പം, അല്ല അതറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്തിനാണെന്ന് ശ്രുതി ചോദിച്ചു. അല്ല, കേസ് തീർന്നാലേ പാർലറെടുത്തിട്ട് കയ്യിൽ കോടികൾ എത്തുമല്ലോ, അതൊക്കെ എത്തുമെന്ന് ശ്രുതി. അപ്പോഴേ കുറച്ച് കാശ് കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ മുകളിലേ മുറി പെട്ടെന്ന് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പം, അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കാശ് കൊണ്ട് ആരും ഇവിടെ ഒന്നും എടുക്കണ്ടെന്ന് ശ്രുതി അന്നേരം പറയണം.
അപ്പോൾ കൊള്ളാം ശ്രുതി, 10 രൂപ പോലും ഇവന് കൊടുക്കരുത്, തിരിച്ചു കിട്ടുകയില്ല എന്ന് ചന്ദ്രമതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുക. മുറി കെട്ടുമെന്നൊക്കെ ശപഥം ചെയ്തിരുന്നല്ലോ നിന്റെ ഭാര്യ, അവളോട് പോയി കാശുണ്ടാക്കാൻ പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി അല്ലെങ്കിൽ കൊടുത്തേക്ക് ആൻറ്റി, പിന്നെ അത്രയ്ക്കും ഗതികെട്ട് ചോദിക്കുന്നതല്ലേ എന്ന് ശ്രുതി പറയുമ്പം ഒരു സഹായം കൂടി ചെയ്യണം, ഒന്ന് ഇളയച്ചനെ വിളിച്ച് കേസ് ഏകദേശം എപ്പോൾ തീരുമെന്നൊന്ന് ചോദിക്കാവോ എന്ന് സച്ചി ചോദിച്ചു. ശ്രുതി ഇങ്ങനെ നോക്കുക. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അതറിഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ. ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയതല്ലേ, ഞാനിപ്പോൾ തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുത്തിട്ട് ഇളയച്ചനെ വിളിക്കാനായിട്ട് പോവുക. അപ്പോൾ ഫോൺ എടുക്കുന്നു, ഫോൺ വിളിച്ചു. ഹലോ ഇളയച്ച, അതെ ശ്രുതി മോളാട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ ചേടാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ്. അതെ സുഖമല്ലേ ഇളയച്ചന്? അല്ല അതെ ഇളയച്ചൻ ഇപ്പോൾ എവിടെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുംബൈയിലോ? അപ്പോഴത്തേക്കും അശ്ശു എൻ്റെ ദൈവമേന്നും പറഞ്ഞ് സച്ചി രേവതി. അപ്പം അവിടെ എത്തിയോ? ശോ എൻ്റെ പൊന്നെ. അപ്പോഴത്തേക്കും ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രവിയേട്ടനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അതെ ഞാൻ വിളിച്ചതേ നമ്മുടെ മലേഷ്യയിലെ കേസൊക്കെ ഇല്ലേ, അത് ഏകദേശം എപ്പോൾ തീരുമായിരിക്കും അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചോദിക്കുന്നു പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുക. ഓ ആണോ? ഷോ അപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലേ? ഷോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ അതിനേക്കാളും വലിയ അഭിനയം സുധി ഷോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എന്നാൽ ശരി ഇളയച്ച, ഞാൻ പിന്നെ വിളിക്കാവേ, ബായ് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ കേസ് എപ്പോൾ തീരും എന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഇളയച്ചൻ പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ഇങ്ങനെ പറയാം. അപ്പം നമുക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോൾ അല്ല സച്ചേട്ടാ എന്ന് രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഇവരെല്ലാവരും. എന്തായാലും കേസ് തീരട്ടെ, അപ്പം കാശ് തന്നാൽ മതി എന്ന് സച്ചി. പക്ഷെ തരാന്ന് പറഞ്ഞ് പറ്റിക്കരുത് കേട്ടോ എന്ന് സച്ചി പറയുമ്പോൾ അതെ ഞാൻ ആരെയും അങ്ങനെ പറ്റിക്കാറൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ശീലവും ഇല്ല എന്ന് ശ്രുതി പറഞ്ഞപ്പം ആണോ? പറ്റിക്കാറുണ്ട്, അത് പിന്നെ നിന്റെ സ്വഭാവമാണല്ലോ. മതി ചുമ്മാ വഴക്കിട്ടാതെ സച്ചി, നീ നിർത്ത് എന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അല്ല നീ അത് ചടങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതെന്താ? അത് വിട്ടിപ്പോൾ കാശിൻ്റെ കാര്യം വരെ എത്തി കാര്യങ്ങൾ. എന്ത് ചടങ്ങാടാ നടക്കാൻ പോണേ? അതാദ്യം നീ പറ. അത് നമുക്കിപ്പോൾ തന്നെ തുടങ്ങിയേക്കാച്ചാ. കടയിൽ ഒരു മുഖ്യ അതിഥി ഉണ്ട് എന്ന് പറഞ്ഞു കഥയിൽ. അദ്ദേഹം ഇവിടെ വന്നിട്ടും ഉണ്ടെന്ന് പറയാം, ഞാൻ വിളിക്കാം എന്ന് സച്ചി പറയുമ്പം അതാരാ? മുഖ്യ അതിഥിയോ? ആര് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുക കേട്ടോ. ആരാടാ അത്? എന്തൊക്കെയാടാ നീ പറയുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയടാന്ന് അച്ഛൻ പറയും. എൻ്റെ പൊന്നച്ഛ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, വിളിച്ചാലേ ഇപ്പം പറന്ന് ഇങ്ങോട്ടേക്ക് വരും, ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നു. ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. പറഞ്ഞു നേർന്നില്ല, ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ ബീരാനിക്ക. അപ്പോഴത്തേക്കും ശ്രുതിയുടെ എല്ലാ ഇതും ഇങ്ങ് തീർന്നു, ഗ്യാസും പോയി ഇങ്ങനെ അവിടെ നിൽക്കുക. കണ്ണിങ്ങനെ ഉന്തിച്ചാടി നിലത്തേക്ക് വീഴുന്നു. ഈ സമയത്ത് ചന്ദ്രമതി ചാടി കയറി, അയ്യോ ആരെയും വരുന്നേ, അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹവും വിളിയും പറച്ചിലും ഒക്കെ. അദ്ദേഹം ആണെങ്കിൽ കയറി വരുന്നു. കയറി വരും, അകത്തേക്ക് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അകത്തിരുത്തുക. അപ്പോൾ ഇരിക്കണം മിസ്റ്റർ ഇളയച്ച, ഇരിക്കുക എന്നും പറഞ്ഞിങ്ങനെ സച്ചി. അപ്പോഴത്തേക്കും ശ്രുതിയും ഒക്കെ ഇങ്ങനെ നിൽക്കുക. പാവം യാത്രയൊക്കെ കഴിഞ്ഞതാണല്ലോ, അതിൻ്റെ ക്ഷീണം കാണുമായിരിക്കും. അപ്പോൾ ശ്രുതി, നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്, നിന്റെ ഇളയച്ചൻ വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയും ഇളയച്ചനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ശ്രുതി പിന്നെ നേരെ നോക്കിയിട്ടില്ല, അത് കുമ്പിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഇളയച്ചനെ സർപ്രൈസായിട്ട് കണ്ടതിൻ്റെ ആകുമല്ലേ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക ശ്രുതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം സുഖം തന്നെയാണ്, പരമസുഖമാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ രേവതിയും സച്ചിയും ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ശ്രുതി, ദേ ഇളയച്ചൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നീ എന്താ പറയാതിരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ അന്ന് നീ കാശിന് വേണ്ടി ഇളയച്ചനെ വിളിച്ചിരുന്നല്ലോ, ആ കാശ് തരാൻ വേണ്ടി ഇളയച്ചൻ വന്നിരിക്കുകയായിരിക്കും അല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ശരി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രവിയേട്ടനും ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇളയച്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ, ആരോടും പറയാതെ വന്നതല്ലേ? അല്ല ഇളയച്ചൻ ഇപ്പം എവിടുന്നാ വരുന്നേ? അതല്ല ഇപ്പോൾ ശ്രുതിമോള് വിളിച്ചപ്പോൾ ഇപ്പം മുംബൈയിലാണെന്നല്ലേ പറഞ്ഞേ? അല്ല ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയേ? അത് അച്ഛൻ്റെ ചോദ്യം പാർലറടുത്ത് പറഞ്ഞ് നിങ്ങളൊക്കെ മറന്നല്ലേ, പക്ഷെ അച്ഛൻ അത് ഓർമ്മയുണ്ട്. അത് ശരിയാണല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ മുംബൈയിൽ നിന്ന് ഇവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ പേടിച്ചിരിക്കുക. ശ്രുതി അതിനേക്കാളും പേടിച്ചിരിക്കുക. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇദ്ദേഹമേ മുംബൈയിലൊന്നും ആയിരുന്നില്ല,
ഒരു പ്രത്യേക സ്ഥലത്ത് ഞാനും രേവതിയും ഇദ്ദേഹത്തെ കണ്ടു എന്ന കാര്യം ഇങ്ങനെ സച്ചി പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പ്രത്യേക സ്ഥലത്തോ? അതേത് സ്ഥലം? ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും സച്ചി പറയും. ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ മുംബൈയിലാണെന്നതിനെ കള്ളം പറഞ്ഞേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ, അത് പിന്നെ കള്ളം പറഞ്ഞത് ഇദ്ദേഹം അല്ല അച്ഛാ, ഈ നിൽക്കുന്ന പാർലറേട്ടത്തെയാണെന്ന കാര്യം സച്ചി അന്നേരം പറയാം. അപ്പോഴത്തേക്കും ശ്രുതി ഉണ്ടക്കണ്ടും മിഴിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പാർലറേട്ടത്തെയോ? ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. എന്താണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? ശ്രുതിയുടെ ഇളയച്ചനല്ലേ അതെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആരുടെ ഇളയച്ചനൊന്നും അല്ല, അമ്മാവനാ. നമ്മുടെ മാളുവിനെ കെട്ടിയ ചെറുക്കൻ്റെ അമ്മാവനാണെന്ന കാര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നടുങ്ങി വരച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. ശ്രുതി ഇങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ ഇരുന്നിടത്തൊന്ന് ചാടി എഴുന്നേറ്റു രവിയേട്ടനൊക്കെ. അപ്പോഴത്തേക്കും പൊന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ വീരാനിക്ക. അതായത് ഫെബിൻ്റെ അമ്മയുടെ ഏട്ടനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വീരാനിക്ക. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, മിണ്ടിക്കില്ല സച്ചി. സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വലിച്ച് ചാടിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രവിയേട്ടാ എന്തൊക്കെ ഇവനീ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ സച്ചേട്ടൻ പറഞ്ഞാൽ സത്യമാണെന്നും ഇദ്ദേഹമേ ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല, ഫെബിൻ്റെ അമ്മാവനാണെന്നുള്ള കാര്യവും രേവതി ഇങ്ങനെ പറയണം. ഇത് കേട്ടപ്പോൾ ഇവർ എന്നും പറഞ്ഞ് അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. ശ്രുതിയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുന്നു. ശ്രുതി ഞെട്ടിയത് നേരത്തെ ഞെട്ടിയതാണല്ലോ. അപ്പം അച്ഛാ, കല്യാണം നടത്താൻ മുന്നിട്ട് ഇറങ്ങിയ ഫെബിൻ്റെ ഒരു അമ്മാവനെ കുറിച്ച് അശോകനങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അത് ഇദ്ദേഹമാണെന്ന കാര്യം രേവതി അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പം അല്ലേ ഇളയച്ചനല്ലേ ഇതെന്ന് വീണ്ടും ശ്രുതിക്കൊരു സംശയം. അങ്കിളെ, ഈ സച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെൻ്റെ ഇളയച്ചനാണെന്നും മലേഷ്യയിൽ ബിസിനസ് നടത്തിയിരുന്ന എൻ്റെ ഇളയച്ചനാണെന്ന് പറയണം. എത്ര തവണ ഇളയച്ചൻ നമ്മുടെ വീട്ടിൽ വന്നതാ? ഇദ്ദേഹം അമ്മാവനൊന്നും അല്ല എന്നും എൻ്റെ അച്ഛൻ്റെ അനിയനാണെന്നും ശ്രുതി പറയുമ്പം ശ്രുതി വീടിനടുത്ത് കിടന്ന് ഉരുണ്ടട്ടെ, ഒരു കാര്യവും ഇല്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. അദ്ദേഹമാണ് ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യം. അതെ അച്ഛാ, അദ്ദേഹം മലേഷ്യയിലൊന്നും അല്ല ബിസിനസ് നടത്തുന്നത്, നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണെന്നുള്ള കാര്യം സച്ചി പറയണു. എന്താ ചന്ദ്ര ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് രവിയേട്ടൻ. അപ്പം എന്താ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്നറിയാവോ? വെട്ടൊന്ന് കഷ്ണൻ നണ്ടോ? അതെന്ത് ബിസിനസ്സാ? അതാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്. എനിക്ക് ഇങ്ങനെ ഇരിക്കുക ഒന്നും മിണ്ടാതെ. വീട്ടി കോട്ടി തൂക്കി കൊടുക്കും അല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വീരാനിക്ക്. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സച്ചി എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അപ്പം ഇവന് വട്ടാ അങ്കിളെ, ഭീഷണിപ്പെടുത്തി എൻ്റെ ഇളയച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി വലിയ ആള് കളിക്കുമ്പം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഇളയച്ച ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, നമുക്ക് മീരയുടെ വീട്ടിലേക്ക് പോകാം, വരാൻ വന്നേ എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പം സച്ചി അങ്ങ് ചെന്നു നിൽക്കുക അവിടെ എന്നും പറഞ്ഞു. അതെ ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. എടാ സച്ചി എന്താണ് കാര്യം പറയടാന്ന് പറഞ്ഞു. അച്ഛൻ ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇദ്ദേഹം മലേഷ്യക്കാരൻ ഇളയച്ചനല്ല അച്ഛാന്ന് പറയണു, ഫെബിൻ്റെ അമ്മാവനാണെന്നും പറയുന്നു, നമ്മുടെ നാട്ടുകാരനാ, ഇറച്ചിവെട്ടാണ് ജോലി, പേര് ജയരാജ് എന്നാണെന്ന കാര്യവും പറയണു. അപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. ജയരാജോ എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബീരാൻ എന്നാണ് എല്ലാവരും വിളിക്കാറ്. സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നും പിന്നെ ആദ്യ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ബീരാനെന്നും അതുപോലെ ആ പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നതെന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇവരൊക്കെ അന്തം വാളിച്ചിങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചൊക്കെ പോലെയൊക്കെ നിൽക്കുന്നു. ശ്രുതിയാണെങ്കിൽ കൈയും കാലും കൂട്ടിയിട്ട് നിൽക്കാനും മേല. അച്ഛാ, അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇറച്ചി വാങ്ങിയിരുന്നിരുന്നില്ലേ, അത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് ഇന്നാണ് എനിക്കത് മനസ്സിലായതെന്നും രേവതി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി ഒന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്താ പാർലറേട്ടത്തി, ഇനി വല്ലതും പറയാനുണ്ടെന്ന് ചോദിച്ചപ്പം രണ്ടുപേരും നിർത്തുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ ഇളയച്ചനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇൻസൾട്ട് ചെയ്യുന്നോ? വാ ഇളയച്ച ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്കെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അങ്ങ് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് ബീരാനിക്കെ സച്ചി ഇങ്ങോട്ടേക്ക് നിർത്തി. അപ്പോഴത്തേക്ക് രേവതി എന്നിട്ട് ശ്രുതി നീ പെട്ടു, ഇത്തവണ കള്ളത്തരം പറഞ്ഞ് തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ പറ്റില്ല, പല തവണ നീ അതിന് തുനിഞ്ഞിട്ടുണ്ട്, അന്നൊക്കെ സാധിച്ചിട്ടുമുണ്ട്, ഇന്നതിന് പറ്റത്തില്ല. എടോ, ഇന്ന് ഇവൾക്കൊപ്പം ചേർന്ന ഒരു കുടുംബത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലടോ താൻ, ഇനിയെങ്കിലും ഒന്ന് സത്യം പറയടോ എന്ന് രേവതി അന്നേരത്തേക്കും ബീരാനിക്കയോട് പറഞ്ഞു. ബീരാനിക്ക് അന്നേരം ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ചന്ദ്രയും ശ്രുതിയും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നു.
അപ്പോഴത്തേക്കും ശ്രുതി എന്നാ ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ബീരാനിക്ക് ആകെ പെട്ടു. എല്ലാവരുടെ മുന്നിൽ കൈ കൂപ്പി നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം എന്ന് ബീരാനിക്ക പറയണം. അപ്പോഴേക്കും ഇവരെല്ലാവരും അമ്പരപ്പോടെ നോക്കി നിൽക്കുവാണ്. ബീരാനിക്ക് എന്ത് പറയും എന്നുള്ളൊരു പേടിയിലാണ് നമ്മുടെ ശ്രുതി. ആ സമയത്ത് ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് ബീരാനിക്ക പറഞ്ഞു. ദേ കിടക്കുന്ന ശ്രുതി. അയ്യോ, എല്ലാവരുടെയും ഇങ്ങനെ തുറന്നു വരുന്നു. കൈയൊക്കെ നെഞ്ചത്ത് പിടിക്കുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞതിൻ്റെ അതിലാണ് സച്ചിയും രേവതിയും ഒക്കെ പറഞ്ഞതെല്ലാം സത്യമായ കാര്യം തന്നെയാണ്. എൻ്റെ ശരിക്കുള്ള പേര് ജയരാജനാണെന്നുള്ള കാര്യവും ബീരാനിക്ക പറയുവാണ്. ഇതെല്ലാം കേട്ട് ഇവരെല്ലാവരും ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക. ശ്രുതി അവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിച്ചെന്ന് തന്നെ പറയാം. ബീരാൻ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നതെന്നും നാട്ടിലെ ഒരു ഇറച്ചിക്കട നടത്തുകയാണെന്ന കാര്യവും ബീരാനിക്ക് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ശ്രുതി അന്നേരത്തേക്ക് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക കേട്ടോ. ഇനി ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഞാനൊരു നാടക നടൻ കൂടിയാണെന്നും പിന്നെ സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ഇക്ക പറയുന്നു. ഇവളുടെ ഫ്രണ്ട് മീരേനെ എനിക്ക് നേരത്തെ പരിചയമുണ്ടെന്നും പിന്നെ ഒരു ദിവസം മീര ശ്രുതിയെയും കൂട്ടി എൻ്റെ കടയിൽ വന്നായിരുന്നു. പിന്നെ ശ്രുതിക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്ത സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അങ്ങ് കേൾപ്പിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം പറയുന്ന ആ വായിലേക്ക് ഇട്ടില്ല ശ്രുതിമോളുടെ കോടികളുടെ കണക്ക് ചന്ദ്രയെ. അങ്ങനെ നമ്മുടെ ബീരാനിക്ക് A-to-Z കാര്യങ്ങൾ മുഴുവനും ഇവരോട് പറയുവാണ്. അതിനുശേഷം അന്ന് വന്ന് നടത്തിയതെല്ലാം അങ്ങ് പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ രവിയേട്ടൻ ചെന്നിട്ട് ഇത്രയും കാലം നിങ്ങൾ നടത്തിയൊക്കെ കൊള്ളത്തരമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അയ്യോ എന്ന് പറഞ്ഞാൽ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രയുടെ കണ്ണിങ്ങനെ ഉന്തി പുറത്തേക്ക് ചാടി. അങ്ങനെ ഇവരെല്ലാവരും നിൽക്കുമ്പോൾ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ അതെല്ലാം കള്ളമായിരുന്നു എന്ന് ബീരാനിക്ക് ഇവരോട് പറയും. അപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും വായം തുറന്നു പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും അറിയത്തുമില്ല. ശ്രുതി നിങ്ങളോടെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് ബീരാനിക്ക പറയൂ കേട്ടോ. അയ്യോ എല്ലാം പോയേ. അപ്പോൾ ശ്രുതി മലേഷ്യയിലൊന്നും ആയിരുന്നില്ലേ? ഇവളുടെ അച്ഛൻ അവിടുത്തെ കോടീശ്വരനായ ബിസിനസ്സുകാരനൊന്നും അല്ലേ എന്നൊക്കെ ബീരാനിക്ക ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി തുടങ്ങി. അയ്യോ ആണോ അതൊന്നും എനിക്കറിയില്ല എന്ന് ബീരാനിക്ക പറഞ്ഞു. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനുമല്ല, അവളുടെ അച്ഛനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയേയില്ല എന്ന കാര്യവും ബീരാനിക്ക പറയണം. അവിടെ തീർന്നു സകലതും. അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. ചന്ദ്രൻ നെഞ്ചത്ത് കയ്യും വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പേടിച്ചരണം നിൽക്കുന്ന ശ്രുതി, കരഞ്ഞുകാരക്കോവാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന നമ്മുടെ ശ്രുതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും നല്ല അടിപൊളി കിടുക്കാച്ചി സൂപ്പർ എപ്പിസോഡായിരുന്നു. ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.